ഞാൻ എൻ്റെ വീഡിയോകളിൽ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഈ എന്യൂമറേഷൻ ഫോമും ഇപ്പോഴത്തെ ഈ SIR-ഉം നല്ല ഉദ്ദേശത്തിലല്ല ചെയ്യുന്നത് എന്ന്. അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും അത് ആവശ്യമാണ് എന്ന സന്ദർഭത്തിൽ, കാരണം 10-25 കൊല്ലമായി വോട്ടർ പട്ടിക ശുദ്ധീകരണം ഇതിനു മുമ്പ് നടന്നിട്ട്, ഇത്രയും ഡിലേ വന്നു. ഈ ഡിലേ വന്നതിലുള്ള സകല കുറ്റങ്ങളും ഈ വോട്ടർമാരുടെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചുകൊണ്ട് ഒരു സമയമില്ലാത്ത വിധത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യണം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എടുത്തു വെച്ചത് ഇത് വലിയ അപാകത ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ്. ഇപ്പൊ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം. നമ്മുടെ BLOമാർ അവർ കാത്തു നിൽക്കുന്നില്ല. 26, 29 തീയതികൾ കയറ്റിയാൽ മതി എന്ന് പറയുന്നെങ്കിലും ഇപ്പൊ കാത്തു നിൽക്കുന്നില്ല. ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നും ഒക്കെ അവർ കിട്ടിയ ഫോമുകൾ, പൂർണ്ണമായ ഫോമുകളെല്ലാം ആപ്ലിക്കേഷനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? 2002 ആ കാലഘട്ടത്തിൽ ഒരു ഭാര്യയുടെ പേരാണ് ഉള്ളതെങ്കിൽ ഭർത്താവിന്റെ ബന്ധം അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ ഫോമിൽ, അതായത് ഫോം 6 ഓൺലൈൻ പരിശോധിച്ചപ്പോൾ എനിക്കത് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഭാര്യയും ഭർത്താവിനെയൊക്കെ ചേർക്കാൻ കഴിയുന്നുണ്ട്. അതായത് മറ്റു ബന്ധങ്ങളെയൊക്കെ, രക്തബന്ധുക്കളെയൊക്കെ അല്ലാത്ത ബന്ധുക്കളെയൊക്കെ, ബന്ധുക്കളെ, റിയൽ പേഴ്സൺസിനെ ഒക്കെ ചേർക്കാൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് ഈ എന്യൂമറേഷൻ ഫോമിൽ, അതായത് 2002 ലിസ്റ്റിൽ പേരുണ്ടായിരിക്കുകയോ ഇല്ലായിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരുപക്ഷെ അവരുടെ ബന്ധുവൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ അജണ്ട ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രേഖ ഉള്ളവർക്ക് രേഖ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപകരിക്കുന്നത്. 2002 ലിസ്റ്റിൽ പേരില്ല, 2002 ലിസ്റ്റിൽ പേരുള്ള മാതാപിതാക്കളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2002 അവരുടെ മാതാപിതാക്കളുടെ പേര് കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാമെന്നാണ് പറയുന്നത്. ഇനി 2002 ലിസ്റ്റിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ എന്യൂമറേഷൻ ഫോമിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ 2 ഫില്ല് ചെയ്തുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് കയറാമെന്നും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ചില കുഴപ്പമുണ്ട്. ഇവിടെ ഈ റിലേഷന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭാഗത്ത് ഇത് 2002 അവസാനം എന്യൂമറേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തതെന്ന് നമുക്കറിയാം. അതായത് SIR 2002 അവസാനം നടന്നത്. എത്ര കൊല്ലായി? 10-25 കൊല്ലായി. അന്നുള്ളവരും അതിനുശേഷം ഉള്ളവർക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, എല്ലാവരും പോയിട്ടുണ്ടാവും. ഒരു രേഖയും അത് സംബന്ധിച്ച് കിട്ടില്ല. ഇത്രയും കാലം ഡിലേ വരുത്തിയിട്ട് ഒരു 5 കൊല്ലോ 6 കൊല്ലോ അല്ല കൂടുമ്പോഴെങ്കിലും ഈ വോട്ടർ പട്ടിക SIR പരിഷ്കാരം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. അപ്പോൾ ഇത്രയധികം ഡിലേ ഉണ്ടാക്കി രേഖകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് നിലവിൽ വോട്ടുള്ളവർക്ക് വോട്ടില്ലാതാക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് ഇത് മൊത്തത്തിൽ ഇതുവരെ ഉള്ളത് മൊത്തം കാച്ചിക്കുറിക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നത് 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. അത് ശരിയായ കണക്കാണ്. നിലവിൽ നിങ്ങളെ തൊട്ടടുത്ത BLOമാരോട് നിങ്ങൾ ചോദിക്കുക, എത്ര വോട്ട് നിങ്ങളുടെ ബൂത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഏറ്റവും ചുരുങ്ങിയത് 20 വോട്ട് എന്ന് പറയും. ഓരോ ബൂത്തുകളിൽ നിന്നും 20 വോട്ട് വീതം നഷ്ടപ്പെട്ടാൽ തന്നെ 6 ലക്ഷത്തിന് പുറത്ത് ആൾക്കാർക്ക്, ഏതാണ്ട് 7 ലക്ഷത്തോളം പേർക്ക് കേരളത്തിൽ വോട്ട് നഷ്ടപ്പെടും. നിലവിലുള്ളവരുടെ കാര്യം പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇത് 100 വരെ പോകുന്നുണ്ട്. 100 വരെ പോയാൽ തന്നെ നമുക്കറിയാം 33 ലക്ഷം പേർക്ക് വോട്ടില്ലാതെ ഒരു അവസ്ഥ വരും. ഏതാണ്ട് 50 ലക്ഷം പേരൊക്കെ, ചിലപ്പോൾ 1 കോടിയിലധികം ആൾക്കാർക്ക് പോലും വോട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ഇത് നിസ്സാരമായി കാണണ്ട. എന്റെ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് ഇടുന്ന ചിലർ വർഗീയമായി ചിന്തിക്കുന്ന ചില വിഷവിത്തുക്കളാണ്. ഞാൻ അങ്ങനെ തന്നെ തുറന്നു പറയട്ടെ. അത് എല്ലാ വിഭാഗമുണ്ട്. കുറെ മുസ്ലിം നാമധാരികളുണ്ട്, കുറെ ഹൈന്ദവ നാമധാരികളുണ്ട്, കുറെ ക്രിസ്ത്യൻ നാമധാരികളുണ്ട്. ഇവർ 3 പേർക്കും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. ചിലരൊക്കെ ഇവിടെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ വോട്ടില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. SIR എന്ന് പറയുന്ന ഈ ഒരൊറ്റ ചടങ്ങ് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാനാണെന്ന് പറയുന്ന മണ്ടന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഒരു മുസ്ലിമായി എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ദളിതനായാലും വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് ഇവിടെ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ, നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തതിന്റെ 2/3 ഭാഗങ്ങളെ നിലവിലെ സ്ഥിതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത്ര ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 1/3 ഭാഗവും വോട്ടില്ലാതിരിക്കേണ്ട സാഹചര്യം വരും. ഏകദേശം 1 കോടിക്ക് അടുത്ത് പേർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാവില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഈ ബന്ധങ്ങളെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഭർത്താവ് ഭാര്യ ബന്ധം 2002 ലിസ്റ്റ് നോക്കിയാൽ, നമുക്ക് തരുന്ന ലിസ്റ്റ് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ ആപ്ലിക്കേഷനിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും കയറ്റാൻ കഴിയില്ല. പല BLOമാർക്കും അവരുടെ രക്തബന്ധു, അടുത്തുള്ള തൊട്ടട ബന്ധു, അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ഒരു സഹോദരൻ ലിസ്റ്റിലുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫോം ഫില്ല് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് വാങ്ങി വെച്ചതൊക്കെ ഉണ്ട്. ആ BLOമാരെല്ലാം അവർക്ക് അത്തരത്തിൽ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരാളെയും നിലവിലുള്ള നമ്മുടെ ഇവിടുത്തെ പൗരനാണ് എന്ന് ഉറപ്പുള്ള ആരെയും
ഒഴിവാക്കരുത്, അവരെല്ലാവരും ലിസ്റ്റിൽ കൊണ്ടുവരണം എന്ന നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഫോമും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആപ്ലിക്കേഷനിലേക്ക് രേഖകൾ, വിവരങ്ങൾ അടിച്ചു കയറ്റുമ്പോൾ അതിൽ മാതാപിതാക്കളുടെ കോളം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വല്യപ്പന്റെ വല്യമ്മനോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ ആരുമില്ല. ഭാര്യയും ഭർത്താവും സഹോദരന്മാരൊന്നും ലിസ്റ്റിൽ ഇല്ല. അതുണ്ടാവില്ല എന്ന് തുടക്കം മുതൽ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലേക്കൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ആയിട്ടും അല്ലാതെയും ഒക്കെ ആരെയും നമ്മൾ മിസ്സാക്കൂല. ഇത് ശുദ്ധീകരണമാണ്. ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ മ്യാൻമാർ മുസ്ലിങ്ങളെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കയറി വരുന്നവർ, അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അഭയാർത്ഥി കൂട്ടത്തിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതാമെന്നല്ലാതെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം കൊടുത്തുകൊണ്ട് സൽക്കരിക്കണമെന്നുള്ള ആവശ്യമൊന്നും ഞാൻ പറയില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓരോ രാജ്യത്തും അതിൻ്റെതുണ്ട്. പിന്നെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഭയം തേടി വരുന്നവർക്ക് ഒരു അഭയം കൊടുക്കാം. അതിനർത്ഥം ഇവിടെ പൗരത്വം കൊടുത്ത് ഇവിടെ കുടിയിരുത്തണമെന്നല്ല. അത്തരത്തിൽ വന്നിട്ടുള്ളവർ ഇവിടുത്തെ പൗരന്മാരായി സർക്കാരിന്റെ രേഖകളോ മറ്റു രേഖകളോ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, വ്യാജമായി സംഘടിപ്പിച്ചുകൊണ്ട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ചവിട്ടിപ്പുറത്താക്കണമെന്നോ തല്ലിക്കൊല്ലണമെന്നോ ഞാൻ പറയില്ല. പക്ഷെ ആ ഒരു വ്യാജ പൗരത്വം അത് റദ്ദാക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി ഇത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അതിന് ജാതിയോ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇവിടെ മുസ്ലിങ്ങളെ പുറത്താക്കാനാണ് എന്ന് പറഞ്ഞ കുറെ മുസ്ലിം സംഘടനകളും മറ്റു കുറെ രാഷ്ട്രീയ സംഘടനകളും മത രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ നടക്കുന്ന യഥാർത്ഥ വസ്തുത അവർ ചിന്തിക്കുന്നില്ല. മതവും മറ്റു കാര്യങ്ങളും അല്ല ഇവിടെ വരുന്നത്. ഇവിടെ നിലവിലുള്ള വലിയൊരു വിഭാഗത്തിന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മര്യാദയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗത്തിന് വോട്ടില്ല. അതോടൊപ്പം തന്നെ തൽപര കക്ഷികളായിട്ടുള്ള പലരുടെയും വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുമുണ്ട്. അതായത് അവർക്ക് ജയിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ, തന്റെ വീട്ടു നമ്പറിൽ അറിയാതെ ആരൊക്കെയോ ആ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്, വോട്ടർ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പല വാർത്തകളും വന്നു. അവരുടെ പരിസരത്ത്, അവരുടെ ബന്ധുവീട്ടിലൊക്കെ വ്യാജ ലിസ്റ്റ് കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ ചെയ്യാൻ നമ്മുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുള്ളൂ. നമ്മുടെ ലിസ്റ്റിൽ വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ നോക്കേയില്ല, നമ്മളുണ്ടല്ലോ എന്ന്. അപ്പൊ നമ്മുടെ വീട്ടുപേരിലും നമ്മുടെ ബാക്കിയുള്ള നമ്പറുകളിലും എല്ലാം റിലേറ്റീവ്സ് ആയിട്ട് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ, എവിടെ നിന്നൊക്കെ ഉള്ള കുറെ ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ വീടിന്റെ പേരിൽ തന്നെ, നമ്മുടെ പേരിൽ തന്നെ വോട്ട് ചെയ്തു പോകും. അങ്ങനെ വരുമ്പോൾ കള്ളവോട്ട് നല്ലവണ്ണം നടക്കും. എന്ന് വെച്ചാൽ കള്ളവോട്ടല്ല ചെയ്യുന്നത്, വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചുകൊണ്ട്, പുതിയ വോട്ടർമാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്തു പോകും. ഫലത്തിൽ ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഇവിടെ ജയിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ തന്നെ അധികാരത്തിലെത്തും. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും അത്തരത്തിൽ സംശയിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും കണ്ടുവരുന്നുണ്ട്. വലിയൊരു വിഭാഗം വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെ കരുതണം. കാരണം പലയിടത്തും 1000 വോട്ട്, 2000 വോട്ട്, 3000 വോട്ടൊക്കെയാണ് ഭൂരിപക്ഷം. ഒരു ബൂത്തിൽ ഒരു 20 വോട്ട് അല്ലെങ്കിൽ 30 വോട്ട് വീതം മിസ്സാകുന്ന സന്ദർഭത്തിൽ ഈ 1000, 2000 വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ നിരക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് SIR-ൽ മുസ്ലിം വിഭാഗത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പരത്തുന്നത് തന്നെ അസംബന്ധമാണ്. അത് തന്നെ ഒരു അജണ്ടയുടെ പുറത്താണെന്ന് ഞാൻ പറയുള്ളൂ. യഥാർത്ഥ വസ്തുത മറച്ചുവെക്കാൻ വേണ്ടി ആസൂത്രിതമായി അവർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ വലിയൊരു വിഭാഗത്തിന് 2026 വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ട വലിയൊരു വിഭാഗത്തിന്, ഇന്ത്യൻ പൗരന്മാരായി ഇവിടെ ജനിച്ചു വളർന്ന മാതാപിതാക്കൾക്ക്, ഇവിടെ ജനിച്ചുണ്ടായ മക്കൾ, അവർക്ക് വോട്ടില്ലാത്തൊരവസ്ഥ ഇപ്പോൾ സംജാതമാകാൻ പോവാണ്. ഈ എന്യൂമറേഷൻ ഫോം വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള BLOമാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ വിധത്തിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ, എന്യൂമറേഷൻ ഫോമുകൾ ഡാറ്റാബേസിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനൊരു ഓപ്ഷൻ ഇല്ല, അത് മാറ്റിവെച്ചേക്കാണ്. അങ്ങനെ മാറ്റിവെച്ച സകല ഫോമുകളും ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. അവരൊക്കെ 6ലേക്ക് കയറേണ്ടി വരും. ഏത് ഫോം 6 എടുത്ത് കയറേണ്ടി വരും. ഫോം 6 എടുത്ത് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് കിട്ടില്ല. കാരണം അവർക്ക് ഇതേ അവസ്ഥ തന്നെയാണല്ലോ അവിടെ വരുന്നത്. സഹോദരങ്ങളെ അവിടെ വെക്കാൻ പറ്റില്ല, മറ്റു പലരെയും വെക്കാൻ പറ്റില്ല. ആ 6ൽ പറയുന്ന കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ മാത്രമാണെങ്കിൽ എടുക്കുള്ളൂ. അപ്പോൾ ഒരു ഇളയ സഹോദരൻ മറ്റേതെങ്കിലും ഒരു പൗരനായി മാറും, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടിട്ട് ഒരു ടെമ്പററി പേഴ്സണായി മാറുമ്പോൾ അവരുടെ മൂത്ത സഹോദരൻ ഒരു പക്ഷേ ഇവിടെ ഇന്ത്യക്കാരനായിട്ട് വലസി നടക്കുകയും ചെയ്യും. ആ ഒരു ഗതി വരും ഇവിടെ. അതിൽ ജാതി മതമൊന്നുമില്ല. അതിൽ ഹിന്ദുവും പെടും, ക്രിസ്ത്യാനിയും പെടും, എല്ലാവരും പെടും. പിന്നെ മതപരമായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ബഹുഭൂരിപക്ഷത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ദളിതർക്കാണ്, ഹിന്ദു വിഭാഗത്തിലെ ദളിതർക്കാണ്. കാരണം അവർക്ക് വേണ്ടിയാണ് ഇവിടെ സംസാരിക്കാനും പറയാനും കയറാനും ഇറങ്ങാനും ആളില്ലാത്തത്. ഈ പഞ്ചായത്ത് ഇലക്ഷനും മറ്റും ഇപ്പൊ നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇത് വേണമെന്ന് പറയുന്നത് തന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് മാത്രമല്ല, വോട്ട് ഏതാണ്ട് 1 കോടിയോളം ഇപ്പൊ പറയുന്ന അനുസരിച്ച്, അതായത് ഇപ്പോ BLOമാർ പറയുന്നത് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം, ഈ പറഞ്ഞ ഫോമുകൾ, എന്യൂമറേഷൻ ഫോം കൊണ്ടുവച്ചിട്ട് കയറ്റാൻ നോക്കുന്ന സമയത്ത് ഒന്ന് ആപ്പിന്റെ പണി മുടക്ക്, ആപ്പ് തോന്നിയതുപോലെയാണ് വർക്കാകുന്നത്. എന്നാൽ തന്നെ അത് കയറ്റാൻ നോക്കുമ്പോൾ ഇവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബന്ധങ്ങൾ അടിച്ചു കയറ്റാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാതാവ്, പിതാവ്, മുത്തശ്ശൻ, മുത്തശ്ശി, ഈ 4 കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഈ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ചേർക്കുമ്പോഴും ഒരു കുഴപ്പമുണ്ട്. അവരുടെ ജന്മരേഖകളും മറ്റും അവരുടെ ബാല്യത്തെ രേഖകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതൊന്നും ഇല്ല ഇവിടെ. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് കേരളമാണ്,
അഭ്യസ്ത വിദ്യയിൽ ഇന്ത്യയിൽ ഏകദേശം 1ാം സ്ഥാനത്തേക്കുന്ന സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള സംസ്ഥാനത്തിൽ ഇവിടെ താമസിക്കുന്ന 3.5 കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ ജനന രേഖകളോ മറ്റു രേഖകളോ ഒന്നും ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലോ മറ്റെവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഇല്ലാത്ത രേഖകൾ ഇവിടുത്തെ പൗരന്മാരെ എവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എവിടെ നിന്നുണ്ടാക്കണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, 2002 ലാസ്റ്റ് SIR നടന്നത്. 2002 SIR നടന്ന ശേഷം പിന്നെ ഇങ്ങോട്ട് SIR 2025 നടത്താൻ ഇത്രയും കാലത്തിനിടയിൽ നടത്താത്തത് ആരുടെ കുറ്റമാണ്? ജനങ്ങളുടെ കുറ്റമാണ്. ഇതിനിടയിൽ കാലാകാലങ്ങളിൽ SIR നടത്തി അത് പുതുക്കി വന്നിരുന്നെങ്കിൽ ഈ ഡേറ്റും ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസമില്ല. രേഖകൾ അവിടെ ഉണ്ടാകുമായിരുന്നു. സർക്കാരിന്റെ പക്കൽ തന്നെ രേഖ ഉണ്ടാകുമായിരുന്നു. ഇനി മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. ഈ രേഖകളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. മുഴുവൻ ആൾക്കാരും എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് ഡാറ്റ കയറ്റുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് അടിച്ചു കയറ്റുന്നവൻ തെറ്റിച്ചടിച്ചു കയറ്റിയാൽ, ഇത് പരിശോധിക്കുന്നവൻ തെറ്റായിട്ട് പരിശോധിച്ചാൽ, അവര് ചെയ്യുന്ന കുറ്റത്തിന് ഈ BLOമാരായാലും അല്ലെങ്കിൽ അതിന് മേലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ഇത് പരിശോധിക്കുന്നവരായാലും അവരുടെ ഡാറ്റ കയറ്റുന്നവരായാലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന കുറ്റത്തിന് ഈ ബാക്കിയുള്ള രേഖകളും താങ്ങി പിടിച്ചുകൊണ്ട് ഈ സാധാരണ വോട്ടർമാർ ഇനി നടക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ഈ ഫോമുകൾ അടിച്ചുണ്ടാക്കുമ്പോൾ, അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വവും ഒരു ബോധവും പൊക്കണവുമില്ലാതെ ഈ രേഖകൾ ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോൾ അവർ ഉണ്ടാക്കി വെക്കുന്ന മനഃപൂർവ്വമായ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഇതേ ജനങ്ങൾ തന്നെ, കൃത്യമായ വിവരങ്ങൾ കൊടുത്ത ജനങ്ങൾ തന്നെ ഓഫീസുകൾ കയറി ഇറങ്ങണം, അല്ലെങ്കിൽ അവരുടെ സമയവും അവരുടെ സാമ്പത്തികവും ചെലവഴിച്ചുകൊണ്ട് കയറി ഇറങ്ങണം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, കുറെ ജനപ്രതിനിധികൾ, MLAമാർ, MP-മാർ, അവരുടെ കീഴിൽ അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. രാജ്യത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു വോട്ട് ശുദ്ധീകരണത്തിന് വേണ്ടി, ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ താമസ രേഖയും അതിനകത്ത് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ഏവനെങ്കിലും പുറത്ത് പൗരന്മാരല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അവരെ കണ്ടെത്താൻ പറ്റും. അവർക്ക് ഇവിടെ ജന്മരേഖ എടുക്കേണ്ടാവില്ല. ബാക്കിയുള്ളവർക്ക് വില്ലേജ് ഓഫീസർ ആയാലും അവിടെ സ്ഥലം വാങ്ങിയ രേഖയായാലും മറ്റു രേഖകളായാലും ബന്ധുക്കളായാലും സഹോദരങ്ങളായാലും ആരെങ്കിലും ഒക്കെ ആയിട്ട് എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ അനധികൃതമായി കടന്നുകൂടിയിട്ടുള്ള ബംഗ്ലാദേശികളോ അല്ലെങ്കിൽ മറ്റു വിദേശികളോ ആരായാലും, അത് മ്യാൻമാർ മുസ്ലിങ്ങളായാലും ആര് തന്നെ ആയിരുന്നാലും അവർക്കിവിടെ ജന്മരേഖ ഉണ്ടാക്കാൻ കഴിയില്ല. അവർക്കിവിടെ തായ്വഴി ബന്ധുക്കൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. അവരെ കണ്ടെത്താൻ പറ്റും. അവിടെ അഭയാർത്ഥികളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ സംരക്ഷിക്കാം, അതല്ലെങ്കിൽ അവർ രാജ്യത്തിന് പുറത്താക്കാം. അത് ചെയ്യാം. ഇത്ര ഈസി ആയിട്ട് ആധാർ ലിങ്ക് ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇനിയും SIR എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ലക്ഷങ്ങൾക്ക് കോടികൾക്ക് വോട്ട് നിഷേധിക്കാനും രാജ്യത്തെ പൗരന്മാരെ തന്നെ, നിലവിൽ ഇവിടെ ജനിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഇന്നത്തെ തലമുറയായ മക്കൾ, അവരെ ഇന്ത്യൻ പൗരന്മാരല്ലാതാക്കി തീർത്ത് രണ്ടാംകിട പൗരന്മാരാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പൊ നടക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി ജനപ്രതിനിധികൾ തയ്യാറാകണം, പറയണം. കാരണം ഇന്ത്യയിൽ തന്നെ വിവരവും ബോധമുള്ള നേതാക്കൾ ചേർന്നിട്ട് ജനങ്ങൾ കൊണ്ട് പ്രക്ഷോഭം നടത്തിച്ചാൽ, ക്യാമ്പയിൻ നടത്തിച്ചാൽ എന്തായാലും ആധാർ ലിങ്ക് ചെയ്ത ഒരു സംവിധാനം ഇവിടെ വരുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് വരണം. ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങണം. കലാപാഹ്വാനമല്ല പറയുന്നത്. നമ്മുടെ രാജ്യം ശുദ്ധീകരിക്കപ്പെടണം. ഒരു പൗരത്വ രേഖയും വേണം, എല്ലാം വേണം. ആരൊക്കെയാണ് ഇവിടുത്തെ പൗരൻ എന്ന് സർക്കാരിന് അറിയണം. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ ഇവിടെയുള്ളവരെ പൗരന്മാരല്ലാതാക്കി തീർത്തുകൊണ്ട് കാണിക്കുന്ന, നിലവിൽ വോട്ടുള്ളവരെ വോട്ടില്ലാതാക്കി തീർക്കുന്ന ഈ ഒരു നിലപാടുണ്ടല്ലോ, അതിനെ അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. Different angles. Don't forget to subscribe and support this channel.